രണ്ട് പച്ചക്കായ വെച്ചിട്ട് ഇന്നത്തെ ഊണ് നമുക്ക് സ്പെഷ്യൽ ആക്കിയാലോ. അപ്പോൾ പച്ചക്കായ വെച്ചിട്ട് നല്ലൊരു മെഴുക്ക് പുരട്ടിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ എങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പച്ചക്കായ കട്ട് ചെയ്യുന്ന സമയത്ത് കയ്യിൽ കുറച്ച് അല്പം നെയ്യ് പുരട്ടുന്നത് നല്ലതായിരിക്കും. വെളിച്ചെണ്ണ, ഓയിലോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ആ പച്ചക്കായുടെ കറ നമ്മൾ കയ്യിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കണം. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് ഞാൻ ഒരു 4 ഭാഗമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ ക്യൂബുകളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കറയൊന്ന് കഴുകി കളയണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പച്ചക്കായ നന്നായിട്ടൊന്ന് നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ പച്ചക്കായയിലുള്ള ആ ഒരു കറയൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മഞ്ഞൾ ഇട്ടിട്ട് കഴുകിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു വെള്ളം ഞാൻ കളഞ്ഞിട്ടുണ്ട്. വീണ്ടും രണ്ടാമതും വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ കഴുകിയെടുത്തിട്ടുള്ള ആ ഒരു പച്ചക്കായ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ കൂടുതലൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, ഒരു 1/2 കപ്പ് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ ചെറിയ ക്യൂബ്സ് ആക്കിക്കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നാൽ ഒന്ന് അതിൻ്റെ അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെക്കുക. അപ്പോൾ ടോട്ടൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുറേ സമയം വന്നിട്ട് ഇത് നന്നായിട്ട് അടിഞ്ഞു പോകും. അതുകൊണ്ട് 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണും വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വന്നാൽ ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു 5-6 ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഓവറായിട്ട് കരിഞ്ഞു പോകുന്ന രീതിയിലൊന്നും ആക്കിയെടുക്കരുത്. ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന ആ ഒരു രീതിയിലാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു സവാള, ഒരു കാൽ ഭാഗം, ഒരു സവാളയുടെ ഒരു 1/4 ഭാഗം സവാളയും അതുപോലെ തന്നെ ഒരു 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പച്ചക്കായ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ അടിപൊളി കായ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കായ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് കുരുമുളകൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.